ഇതെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയുകയാണ്. SSKയുടെ ഫണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നമുക്ക് ഉറപ്പായിട്ട് തരേണ്ട ഫണ്ടാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയം വച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കാണിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ SSKയുടെ ഫണ്ട് നമുക്ക് നൽകുന്നില്ല. SSKയുടെ ഫണ്ട് നമുക്ക് നൽകണമെങ്കിൽ ഇപ്പോൾ കുടിശ്ശികയിൽ അവിടെ കൂട്ടിയിട്ട് ഏതാണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ് ഒരു 5000 കോടി രൂപയെങ്കിലും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ കാശ് ഈ PM-ശ്രീ നടപ്പിലാക്കുന്നില്ല എന്ന ഒരു കാരണം വെച്ചുകൊണ്ട് തരുന്നില്ല. നമുക്ക് ആവശ്യം ഈ SSKയുടെ ഫണ്ടാണ് ലഭിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത്. PM-ശ്രീയുടെ പേരിൽ 1 രൂപയുടെ കാശ് പോലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വാങ്ങിയിട്ടില്ല. മറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന അടിസ്ഥാനരഹിതവും സത്യവുമായി യാതൊരു ബന്ധവുമുള്ളതല്ല. കത്ത് PM-ശ്രീയിൽ ആദ്യം PM-ശ്രീയെ അനുകൂലിച്ചുകൊണ്ട് കത്ത് കൊടുത്തു. രണ്ടാമത് ക്യാബിനറ്റ് ചർച്ച ചെയ്തപ്പോൾ അത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിക്കണമെന്ന് തീരുമാനിച്ചു. ഞാൻ ചെയർമാനായിക്കൊണ്ടൊരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. അതിന് ശേഷം ആ സബ് കമ്മിറ്റി കൂടിയിട്ടുമില്ല, ഒരു നടപടി സ്വീകരിച്ചിട്ടുമില്ല. രണ്ടാമത് ക്യാബിനറ്റ് തീരുമാനപ്രകാരം കെപ്റ്റിൻ്റെ അബൈൻസ് ഇത് മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ സഹകരിക്കുന്നില്ല, മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഫയലിലുമുണ്ട്, ഓഫീസിൻ്റെ ഫയലിലുമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് കത്ത് ഏതിനെ പറ്റിയാണ്? അത് സത്യമായി യാതൊരു ബന്ധവുമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞ വെല്ലുവിളിക്കുന്നു പറഞ്ഞത്. 2 കത്ത് കൊടുത്തിട്ടുണ്ട് വാസുകി. ഒന്ന് PM-ശ്രീയിൽ സഹകരിച്ച് പോകാവുന്നുള്ള കത്ത്. രണ്ടാമത് സഹകരിക്കാൻ തയ്യാറല്ല, കെപ്റ്റിൻ്റെ അബൈൻസിൽ വയ്ക്കണമെന്നും ഗവൺമെൻറ് പോളിസിപരമായി നയപരമായി തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 92 അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 92 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ഈ ഉപസമിതി ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ഉപസമിതിയാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഭാഗമായിട്ടുള്ള ഉപസമിതിയാണ്. അവർ PM-ശ്രീയും അതുപോലെ ലേബർ കോഡും ഒക്കെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. BJP ആയിട്ട് യഥാർത്ഥത്തിൽ ഇത്തരം പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഡീല് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മൾ പത്രസമ്മേളനത്തിൻ്റെ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് മാറിപ്പോകണ്ട. ക്ലിയറായിട്ട് അത് പറഞ്ഞല്ലോ. PM-ശ്രീ കാര്യത്തിൽ ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രി പച്ചക്കള്ളാണ് പറയുന്നത് എന്നുള്ളതിൽ പറഞ്ഞു. നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നാളെ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കാണ്. മുൻ പ്ലാനിംഗ് ബോർഡ് അംഗമായിട്ടുള്ള ഡോക്ടർ R. രാംകുമാറാണ് കീനോട്ട് അഡ്രസ്സ്. പ്രധാനപ്പെട്ട ഇത് ഒരു പ്രത്യേകത. ഈ സെമിനാറിൽ അഫക്റ്റഡ് ആയിട്ടുള്ള 4-5 സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ KSRTA, KSEB, അതുപോലെ വാട്ടർ അതോറിറ്റി, സർക്കാർ ജീവനക്കാർ. മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ് എന്നാണ് PM-ശ്രീ ഫണ്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കാൻ ശ്രമിച്ചത്. PM-ശ്രീയിൽ ഇടതുമുന്നണി സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കെപ്റ്റിൻ അബയൻസ് അത് അവിടെ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് സംസ്ഥാന സർക്കാർ ഇതിന്റെ മറവിൽ ഫണ്ട് വാങ്ങി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. PM-ശ്രീ ഫണ്ട് വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. അല്പം മുൻപാണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച മുഖ്യമന്ത്രി V. D. സതീശൻ 99 കോടി രൂപ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നും 106 കോടി രൂപ കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായി അനുവദിച്ചിട്ടുണ്ട് എന്നുമുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് UDF സർക്കാരിന് PM-ശ്രീയിൽ നിന്ന് പെട്ടെന്ന് പിൻവാങ്ങാൻ കഴിയില്ല. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നത് നിശ്ചയിക്കാൻ വേണ്ടിയാണ് ഒരു N. ശംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി കൺവീനറായിട്ടുള്ള ഒരു ഉപസമിതിയെ തീരുമാനിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് മുഖ്യമന്ത്രി V. D. സതീശൻ അല്പം മുൻപ് ഇന്നത്തെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ തള്ളുകയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി
വി ശിവൻകുട്ടി. ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് 1 രൂപ പോലും സംസ്ഥാന സർക്കാർ PM ശ്രീ ഫണ്ടായി സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല ഈ പദ്ധതി ആകെ കെപ്റ്റ് ഇൻ എബേയൻസ്, അതിനെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു, തൽക്കാലം അത് നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തിരിച്ചാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായിപ്പോയി എന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.